ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് സഞ്ചരിക്കുമ്പോഴും നബിത്തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് കണ്ടുമുട്ടാം. മദീനയിൽ ചെന്നു ചേരാൻ ഭാഗ്യം ലഭിച്ചാൽ ആശിക്കീങ്ങളെ നമുക്ക് ധാരാളമായി കണ്ടുമുട്ടാം. മദീനയിൽ ഉഹദിലും ഖന്തക്കിലുമൊക്കെ നബിത്തങ്ങൾ വിശ്രമിച്ച സ്ഥലങ്ങളിൽ അവിടുത്തെ ആ മിസ്ക്, ആ സുഗന്ധം ഇപ്പോഴും 1400-ലധികം വർഷങ്ങൾ പിന്നിട്ടു ആ സുഗന്ധം ഇപ്പോഴും അതുപോലെ ശേഷിക്കുന്നു. ആളുകൾ ആ സുഗന്ധത്തെ, ആ സൗരഭ്യം നുകരാൻ ആളുകൾ വരിവരിയായി കാത്തു നിൽക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹബീബിൻ്റെ ചില അത്തരത്തിലുള്ള സുഗന്ധങ്ങൾ ബാക്കിയായത് കാണാൻ നമുക്ക് സാധിക്കും. ഹബീബിനെ സ്നേഹിക്കുക, ഹബീബിനെ കുറിച്ച് വർത്തമാനം പറയുക, ഹബീബിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുക, ഹബീബിനെ കുറിച്ച് പഠിക്കുക. പുതിയ പുതിയ വായനകൾ വരട്ടെ, പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടായിത്തീരണം. നല്ല വായനകൾ, ഹബീബിനെ കുറിച്ചുള്ള നല്ല വർത്തമാനങ്ങൾ, നല്ല സംഭാഷണങ്ങൾ, ഹബീബിനെ കുറിച്ചുള്ള നല്ല നല്ല എപ്പിസോഡുകൾ നമ്മൾ കാണാം, കേൾക്കാം, പ്രചരിപ്പിക്കാം. മറ്റുള്ളതിൽ നിന്ന് മനസ്സിനെ ഒന്ന് മാറ്റുക. അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മധുരിക്കുന്ന ഈമാൻ ലഭിക്കും. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ.